ലഹരിക്കും അക്രമത്തിനുമെതിരായ മുദ്രാവാക്യം ജനമനസ്സുകളിൽ ഊട്ടിയുറപ്പിച്ച് SKN40 കേരള യാത്ര കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് യാത്രയുടെ ഭാഗമായത്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തിയത്. നാളെ ഇടുക്കി ജില്ലയിലാണ് പര്യടനം. അക്ഷരനഗരിയുടെ ഗ്രാമനഗര ഹൃദയങ്ങളിൽ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ പുത്തൻ വഴി തെളിയിച്ചു SKN40 കേരള യാത്ര. നരമ്പുകളിൽ ചോര വിടയണം എന്ന് കവിയെ കൊണ്ട് പറയിച്ച പച്ചപ്പുള്ള മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. കേരളം ലോകത്ത് എവിടെ പോയാലും കേരളം പോലൊരു പ്രദേശം നിങ്ങൾക്ക് എങ്ങും കാണാൻ കഴിയില്ല. തണുപ്പും ചൂടും ഒരേപോലെ കർത്താവ് കൃത്യമായിട്ട് ക്രമീകരിച്ചു തന്നിരിക്കുന്ന അപൂർവമായ ഒരു AC പ്രവർത്തിപ്പിക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ ഈ മണ്ണിൽ അടുത്ത കാലത്തായി വേരുപിടിക്കുന്ന, അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില സംഭവങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. വൈക്കത്ത് നിന്ന് ആരംഭിച്ച് 2 ദിവസം കൊണ്ട് പാലായിൽ സമാപിച്ച വിജയയാത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി സമഗ്ര മേഖലകളിലും നിറഞ്ഞ പങ്കാളിത്തം. അമ്മമാരെ അമ്മമാരുടെ കാര്യം ഓക്കെ, ഇങ്ങനെയൊക്കെ സ്നേഹമാണ് വരുന്നത്. അച്ഛന്മാര് ഓക്കെ. നമ്മൾ വിചാരിക്കുന്നത് പുതുപ്പള്ളി പോയി ചാണ്ടി കുമ്പനെ മടയിൽ പോയിട്ട് ഒന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി. കോട്ടയം ജില്ലയിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ലഹരിയേക്കാൾ ഉപരിയായിട്ട് തന്നെ ഇന്റർനെറ്റിന്റെ അഡിക്ഷൻ അല്ലെങ്കിൽ ഫോണിന്റെ അഡിക്ഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ അതിൽ ലഹരിയേക്കാൾ കൂടുതൽ നടന്നു വരുന്നുണ്ട്. പാലാ നഗരത്തിൽ നടന്ന സമാപന സമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നാളെ രാവിലെ തൊടുപുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ പര്യടനം ആരംഭിക്കും. 24 കോട്ടയം.